സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് അങ്കമാലി ശബരി റെയിൽപാത പദ്ധതി 2021 ബജറ്റിൽ കിഫ്ബി വഴി 2000 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 100 കോടി അനുവദിച്ചു. ബജറ്റ് സഹായത്തിന് പുതുക്കിയ എസ്റ്റിമേറ്റ് സംസ്ഥാനം അംഗീകരിക്കുകയും വേണം. സംസ്ഥാനത്തെ മലയോര മേഖലയുടെ ദീർഘകാല ആവശ്യം, കേരളത്തിന്റെ അഭിമാനമായ ശബരിമല തീർത്ഥാടനത്തിന് ഏറ്റവും സഹായകരമാകുന്ന പദ്ധതി, അതാണ് അങ്കമാലി ശബരി റെയിൽപാത. ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല, പെരുമ്പാവൂർ കാലടി മേഖലയിലെ പ്ലൈവുഡ് നിർമ്മാണ, അരി സംസ്കരണ വ്യവസായങ്ങൾക്കും, പൈനാപ്പിൾ വ്യാപാരികൾക്കും, ഇടുക്കി ജില്ലയ്ക്കും അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഈ പാത പുതിയ വേഗവും ഊർജവും നൽകും. കോട്ടയം ജില്ലയിലെ രാമപുരം സ്റ്റേഷൻ വരെയുള്ള 70 കിലോമീറ്റർ കല്ലിട്ട് തിരിച്ചിട്ട് റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുപ്പിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും 20 വർഷം കഴിഞ്ഞു. പക്ഷേ ആ നടപടികൾ പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. സ്ഥലം വിൽക്കാനോ ബാങ്ക് വായ്പ എടുക്കാനോ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഇവിടുത്തെ സ്ഥലം ഉടമകൾ. 1997 കേന്ദ്ര ബജറ്റിലാണ് അങ്കമാലി ശബരി റെയിൽപാത ആദ്യം കേട്ടത്. അങ്കമാലി, എരുമേലി, പുനലൂർ വഴി തിരുവനന്തപുരത്തേക്കാണ് റൂട്ട്. ഇത് റാന്നി, പത്തനംതിട്ട, കോന്നി, പത്തനാപുരം, പുനലൂർ, അഞ്ചൽ, കിളിമാനൂർ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, കാട്ടാക്കട വഴി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തേക്ക്, നിർദ്ദിഷ്ട വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 5 ജില്ലകളിലെ 25 പുതിയ പട്ടണങ്ങൾക്ക് റെയിൽവേ കണക്ടിവിറ്റി ലഭിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ഒരു സമാന്തര പാത വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നു. അങ്ങനെ ഒരു പദ്ധതിയാണ് ചുവപ്പ് നാടകളിലും മാറി മാറി വരുന്ന സർക്കാരുകളുടെ തണുപ്പൻ സമീപനങ്ങളിലും പെട്ട് ഇഴയുന്നത്. ആദ്യം അഴുത വരെയാണ് ഈ പദ്ധതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പെരിയാർ ടൈഗർ റിസർവിലൂടെ കടന്നു പോകുന്നതിനാൽ ഇത് പിന്നീട് അഴുത എന്നുള്ളത് 5 കിലോമീറ്റർ ഇപ്പുറം എരുമേലിയിലേക്ക് ചുരുക്കുകയായിരുന്നു. 1996 പാതയുടെ പ്രാഥമിക സർവേ നടന്നു. 97 റെയിൽവേ അനുമതി നൽകി. അങ്കമാലി മുതൽ കാലടി വരെ ഒരു പാതയും കാലടിയിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. പിന്നെ ഇഴഞ്ഞൊഴിഞ്ഞു നീങ്ങിയ പദ്ധതി 2019 കേന്ദ്രം മരവിപ്പിച്ചു. ഒടുവിൽ 2021 ജനുവരിയിൽ നിർമ്മാണ ചെലവിൻ്റെ പകുതി കേന്ദ്രവുമായി പങ്കിടാമെന്ന് സംസ്ഥാന മന്ത്രിസഭ നിർണായക തീരുമാനമെടുത്തു. അതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചത്. പിന്നാലെ ബജറ്റിൽ 2000 കോടി പ്രഖ്യാപിച്ചു. കിഫ്ബി വഴി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ വർഷത്തെയും കേന്ദ്ര ബജറ്റിൽ 100 കോടി കൂടി അനുവദിച്ചതോടെ പ്രതീക്ഷകൾ സജീവമായി. ഇത്തവണത്തെ ഇടക്കാല ബജറ്റിലും കേന്ദ്രം 100 കോടി നീക്കിവച്ചിട്ടുണ്ട്. 3400 കോടി രൂപയായിരുന്നു പദ്ധതിയുടെ നേരത്തെയുള്ള എസ്റ്റിമേറ്റ്. ഇതിൽ പകുതി ഏറ്റെടുക്കാമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി ഓടിക്കാൻ കഴിയുന്ന തരത്തിൽ എസ്റ്റിമേറ്റ് പുതുക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുകയായിരുന്നു. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ചെലവ് 400 കോടി വർദ്ധിച്ചു, 3800 കോടിയായി ഉയർന്നു. ഇത് അംഗീകരിച്ച് തീരുമാനമറിയിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്രം സംസ്ഥാനത്തിനൊരു കത്ത് നൽകിയിട്ടുണ്ട്. ഗതാഗത ധനവകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷം ആ കത്തിപ്പോൾ കിഫ്ബിയുടെ പരിഗണനയിലാണ്. പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ചും ചെലവ് പങ്കിടാമെന്ന് ഉറപ്പു നൽകിയും ഇതുവരെയും സംസ്ഥാനം കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകിയിട്ടില്ല. ഈ കത്ത് നൽകുകയും തിങ്കളാഴ്ചത്തെ ബജറ്റിൽ തുക നീക്കിവെക്കുകയും ചെയ്താൽ അങ്കമാലി ശബരി പാതയിലൂടെ ട്രെയിനുകൾ കുതിച്ചുപായുന്ന കാലം വിദൂരമാകില്ല. വലിയൊരു ജനവിഭാഗത്തിൻ്റെ പ്രതീക്ഷകളും അതിനൊപ്പം കൂകിപ്പായും.